ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന വെജിറ്റബിൾ സ്റ്റൂ ആണ്. വളരെ പെട്ടെന്നും എളുപ്പത്തിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വെജിറ്റബിൾസ് എല്ലാം തയ്യാറാക്കി വയ്ക്കാം. അപ്പം സ്റ്റൂ ഉണ്ടാക്കാൻ ആവശ്യമായ വെജിറ്റബിൾസ് എന്തെല്ലാമെന്ന് നോക്കാം. അതിനായിട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 1 ഉള്ളി, 3-4 ബീൻസ്, 1 കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് വെച്ചത്, പിന്നെ 2 പച്ചമുളക് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഗ്രീൻ പീസാണ്. ഇത് ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തലേന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടുകയാണെങ്കിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാം. നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്നതിലെല്ലാം ഒരു കൃത്യമായ ഒരു രീതിയുണ്ട്. നമുക്ക് ആ ഒരു രീതി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മളെപ്പോഴും ഒരു സ്ക്വയർ പീസസ് ആയിട്ട് വേണം നമ്മുടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുവാനായിട്ട്. ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റൂ കാണുവാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവുക. നമ്മൾ മുഴുവൻ ഉരുളക്കിഴങ്ങും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്യാരറ്റും കട്ട് ചെയ്തെടുക്കാം. സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെ കറികൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്യുന്നത് കാണിക്കാറില്ല. നമുക്ക് അത്യാവശ്യമായിട്ട് കാണിക്കേണ്ട രീതിയിലുള്ളത് മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ. നമ്മുടെ സ്റ്റൂവിൻ്റെ സംബന്ധിച്ചിടത്തോളം വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മളത് ഈ ഒരു തിക്നെസ്സിലാണ് ക്യാരറ്റൊക്കെ കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബീൻസ് കട്ട് ചെയ്യാം. ബീൻസൊക്കെ ഏകദേശം ഒരു ഇഞ്ച് വലുപ്പത്തിലാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഉള്ളി സാധാരണയായി കൊത്തി അരിഞ്ഞ് വയ്ക്കാം. ഇഞ്ചി നമുക്ക് ചതച്ച് വയ്ക്കാം. പിന്നെ പച്ചമുളകും കട്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് വേവിക്കാൻ ആവശ്യമായ ഒരു കുക്കർ എടുത്ത് നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ തലേന്നേ കുതിർത്ത് വച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമ്മുടെ വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കണം. ഒത്തിരി അധികം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുവാൻ പാടില്ല. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്താണ് നമ്മുടെ ഗ്രേവി ഇനി വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായ മാത്രം വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഈ വെജിറ്റബിൾസിലേക്ക് അല്പം ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിരിക്കും. അതുകൊണ്ട് അല്പം ഉപ്പ് ചേർത്ത് നമുക്കത് വേവിക്കാം. ഈ വെജിറ്റബിൾസ് വേവുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ ചിരവി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തേങ്ങാപ്പാലാക്കി അല്പം വെള്ളമൊഴിച്ച് 1-ാം പാലും കുറച്ചധികം വെള്ളമൊഴിച്ച് 2-ാം പാലും ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 2 തേങ്ങാപ്പാലും എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 1-ാം പാൽ നല്ല കട്ടി ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. 2-ാം പാൽ അത്യാവശ്യത്തിന് ലൂസായിരുന്നാലും പ്രശ്നമില്ല. നമ്മുടെ വെജിറ്റബിൾസ് ഇപ്പോൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു 3 വിസിലാണ് വേവിച്ചെടുത്തത്. 2 വിസിൽ മതിയാവും. എനിക്കിത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവാൻ വേണ്ടി അല്പം വെന്ത് കിട്ടേണ്ടത് കൊണ്ടാണ് ഞാനിതൊരു 3 വിസിൽ വേവിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രേവി ടൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 3 വിസിൽ വേവിക്കാം. അല്പം ലൂസായിട്ട് കഷ്ണങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് വേണമെങ്കിൽ 2 വിസിൽ തന്നെ ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ തന്നെ ബാക്കിയുള്ള പ്രോസസ്സും ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതൊരു പാനിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ആവശ്യമാണെങ്കിലൊന്ന് ഉടച്ചു കൊടുക്കാം. ആവശ്യമുള്ളവർ മാത്രം ഉടച്ചു കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് തിളപ്പിക്കാവുന്നതാണ്. ഇനി നമ്മൾ തേങ്ങയുടെ 2-ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2-ാം പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ വെജിറ്റബിൾസ് ഈ 2-ാം പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ വെജിറ്റബിൾസൊക്കെ 2-ാം പാലിൽ കിടന്നൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ അത്യാവശ്യം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്റ്റൂവിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ
പെപ്പർ പൗഡർ ഇഷ്ടമുള്ളവരാണെങ്കിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മുടെ ഗ്രേവി ആ ഒരു വൈറ്റ് കളറിൽ തന്നെ നിൽക്കും. ബ്ലാക്ക് പെപ്പർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് കളറ് ഡാർക്ക് ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്റ്റൂ ഒക്കെ ആകുമ്പോൾ നല്ലൊരു വെള്ള നിറത്തിലാണല്ലോ കാണാൻ ഭംഗി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടിക്കാത്ത ഗരം മസാല, അതായത് സ്പൈസസിൻ്റെ നമ്മുടെ ഏലക്ക, 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. അത് നമ്മളൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഗ്രേവിക്ക് കുറച്ചുകൂടെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ചേർത്ത് നമുക്കത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ ചേർത്ത ഉപ്പാണ്. അപ്പോൾ ഇനി ഉപ്പൊക്കെ നോക്കി കറക്റ്റാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കാനായിട്ടില്ല. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയ ശേഷം നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കുവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചൂടോടെ നമ്മൾ 1-ാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഓഫ് ചെയ്ത ശേഷം 1-ാം പാൽ മെല്ലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വേണ്ട എണ്ണ താളിച്ച് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ചെറിയുള്ളിയും കറിവേപ്പിലയാണ് താളിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ പശുവിൻ നെയ്യിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു 6 ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായി ചൂടായ ശേഷം 1 ടീസ്പൂണോളം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. അതുവരെ നമുക്കത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വറുത്തെടുത്ത ശേഷം നമുക്കിത് നമ്മുടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളത് മുഴുവനായിട്ട് നമ്മുടെ ഗ്രേവിയുടെ മുകളിൽ ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് ഒരടപ്പ് വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ആ ചെറിയുള്ളിയൊക്കെ പശു നെയ്യിൽ വറന്ന് വന്നതിന് നല്ലൊരു സ്മെല്ലുണ്ട്. ഗരം മസാലയുടെ ഒക്കെ ഒരു ഫ്ലേവറായിട്ട് ഇപ്പോൾ നല്ല കൊതിപ്പിക്കുന്ന ഒരു മണമാണ് നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവിനിപ്പോൾ ഉള്ളത്. ഇത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിനും നമുക്കത് കഴിക്കാം. ഒപ്പം തന്നെ ഡിന്നറിനും നല്ലൊരു ഹെൽത്തി ഫുഡാണ്. തേങ്ങാപ്പാലിലൊക്കെ വേവിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലതാണിത് കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് സ്വാദോടു കൂടിയുള്ള ഒരു കറി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. വെജിറ്റബിൾ സ്റ്റൂ ട്രൈ ചെയ്ത് നോക്കുന്നതിനോടൊപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മട്ടൺ സ്റ്റൂവിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബായ്. താങ്ക് യു.